ഇന്ത്യൻ ആർമിയുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഈ ഫയർമാൻ ട്രേഡിലേക്ക് ഇന്നേ വരെ ഒരു പെൺകുട്ടി പോലും സെലക്ട് ആയിട്ടില്ല. കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒത്തിരി കുട്ടികൾ ഈ ഒരു ഫയർമാൻ കാറ്റഗറിയിലേക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ആരും തന്നെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആർമി ഓർഡിനൻസ് റാലിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കേരളത്തിൽ നിന്നും ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യുന്ന കൂടുതലും കുട്ടികളും ബിഗിനേഴ്സ് ആണ്. അതായത് ആദ്യമായിട്ടാണ് ഈ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. കൂടുതലും കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ ഈ റാലി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവിടുത്തെ ഫിസിക്കൽ ഇവന്റിൽ ഏതൊക്കെ പോയിന്റ് ശ്രദ്ധിക്കണം, ഹൈറ്റ് മെഷർമെന്റ് പ്രോപ്പറായിട്ട് അവിടെ ചെക്ക് ചെയ്യുക എന്നതിനെ കുറിച്ചൊക്കെ ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ആർമി ഓർഡിനൻസിന്റെ ഫയർമാൻ എന്നൊരു ട്രേഡിൽ ഹൈറ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതും പെൺകുട്ടികളുടെ ഹൈറ്റാണ് അവിടെ മെൻഷൻ ചെയ്യാത്തത്. അപ്പോൾ കൂടുതലും പെൺകുട്ടികൾക്ക് ഡൗട്ടാണ് അവിടെ ഹൈറ്റ് 165 സെന്റിമീറ്റർ തന്നെയാണോ അതോ 152 ആണോ 157 ആണോ എന്ന്. ഈ കാര്യവും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പെൺകുട്ടികൾക്ക് AOCയുടെ ഫയർമാൻ എന്ന ട്രേഡിലേക്ക് റിക്വയർമെന്റ് ആയിട്ടുള്ള ഹൈറ്റ് എത്രയാണ് അത് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക. ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു AOC റാലി നടക്കുന്ന കേരളത്തിലല്ല, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. കേരളത്തിൽ നിന്നും ഒരു കാൻഡിഡേറ്റ് അത്രയും കാശ് മുടക്കി മറ്റൊരു സ്റ്റേറ്റിൽ പോയിട്ട് ഒരു റാലി അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ നിസ്സാരമായിട്ടുള്ള ടെസ്റ്റിലേക്ക് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിസ്സാരമായ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഹൈറ്റ് മെഷർമെന്റിൽ തന്നെ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നോട്ടിഫിക്കേഷനിൽ പറയാത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിഫൻസ് കാര്യങ്ങൾ അറിയാൻ ഈ ഒരു ചാനൽ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. AOC ഫയർമാൻ്റെ അഡ്മിറ്റ് കാർഡ് വന്ന പെൺകുട്ടികൾക്കുള്ള ഒരു ഡൗട്ടാണ് AOCയിലെ ഫയർമാൻ ട്രേഡിന്റെ ഹൈറ്റ് എത്രയാണെന്ന്. കാരണം ഇത് നോട്ടിഫിക്കേഷൻ ഒരിക്കലും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇത്രയും പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നത്. ടോട്ടൽ 9 പോസ്റ്റിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ഇതിനകത്ത് ഈ ഒരു പോസ്റ്റ് ഒഴിച്ച്, അതായത് ഈ ഒരു ഡ്രൈവറിന്റെ പോസ്റ്റ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ പോസ്റ്റിലേക്കും പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതലും പെൺകുട്ടികൾ അപ്ലൈ ചെയ്തിരിക്കുന്ന 2 പോസ്റ്റിലേക്കാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫയർമാൻ, ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ്സ്മാൻ മേറ്റ്. ഈ രണ്ടിന്റെ അപ്ഡേറ്റ് ആണ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നും കൂടുതലും പെൺകുട്ടികൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ പോസ്റ്റിലേക്കാണ്. അതോടൊപ്പം തന്നെ ഫിസിക്കലിന്റെ കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കൂടുതലും പെൺകുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് ഫയർമാൻ എന്നൊരു ട്രേഡിൽ അവർക്കുള്ളിൽ റണ്ണിംഗ് മാത്രം പാസ്സായാൽ മതി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഇന്ത്യൻ ആർമിയുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ AOC ഫയർമാൻ എന്നൊരു ട്രേഡിലേക്ക് ഇന്നേ വരെ ഒരു പെൺകുട്ടി പോലും സെലക്ട് ആയിട്ടില്ല. കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒത്തിരി കുട്ടികൾ ഈ ഒരു ഫയർമാൻ കാറ്റഗറിയിലേക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ആരും തന്നെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഹൈറ്റിന്റെ കാര്യവും പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഹൈറ്റിനെ കുറിച്ചിട്ട്. പിന്നെ ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇല്ല. അതുപോലെ തന്നെ PST, അതായത് ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതിൽ വരുന്ന ഹൈറ്റ് മെഷർമെന്റും എല്ലാ ട്രേഡിനും അവിടെ ആവശ്യമില്ല. ചില ട്രേഡിന് മാത്രമാണ് അവിടെ ഹൈറ്റ് ചെക്ക് ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഫയർമാൻ ആണ്. ഫയർമാൻ ട്രേഡിലേക്ക് അവിടെ ഹൈറ്റിന്റെ റിക്വയർമെന്റ് ഉണ്ട്. എന്നാൽ ട്രേഡ്സ്മാൻ മേറ്റിന്റെ ട്രേഡിലോ അവിടെ ഹൈറ്റിന്റെ റിക്വയർമെന്റ് ഇല്ല. ഹൈറ്റ് അവിടെ ആവശ്യമില്ല. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ കാര്യത്തിലോട്ട് പോകാം. ഇത്രയും പോസ്റ്റിലേക്കാണ് എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് ഫയർമാനും അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ മേറ്റിലേക്കുമാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കാം. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് PST ആണ് ആദ്യം നടക്കാൻ പോകുന്നതെന്ന്. പക്ഷേ 2023 കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം PST അല്ലായിരുന്നു, ആദ്യം ഫിസിക്കലായിരുന്നു നടന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഫിസിക്കൽ ഇവന്റ് ആയിരുന്നു ആദ്യം നടന്നത്, അതിനുശേഷമായിരുന്നു PST നടന്നത്. അപ്പോൾ ഫയർമാൻ എന്നൊരു ട്രേഡിൽ എന്താണ്, കഴിഞ്ഞ തവണയും ഒരു പെൺകുട്ടി പോലും ഫിസിക്കൽ പാസ്സാവാത്തതുകൊണ്ട് പിന്നെ അവിടെ ഹൈറ്റ് മെഷർമെന്റ് നടന്നില്ലായിരുന്നു. ക്ലിയർ? ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് കഴിഞ്ഞ വർഷം ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഫർമേഷൻ ലഭിക്കത്തില്ല. മനസ്സിലായ? അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ടൊക്കെ നമ്മുടെ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. കുട്ടികളെ ആണ ഡിഫൻസ് അക്കാഡമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ് SSGD 2025, RPF, CISF, അഗ്നിവീർ തന്നെ എല്ലാ ട്രേഡിലേക്കുമുള്ള ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ആർമി GD, ട്രേഡ്സ്മാൻ, ടെക്നിക്കൽ, പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ്, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, പിന്നെ നേവി SSR ആൻഡ് MR, ഈ എല്ലാ ട്രേഡിലേക്കും ഇവിടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഈ ഏതെങ്കിലും കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകളോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്
സർട്ടിഫിക്കറ്റ്സും അവൈലബിൾ ആണ്. 2025 നിങ്ങളും ഒരു ഡിഫൻസ് യൂണിഫോം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടാണ് ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നോക്കൂ കുട്ടികളെ, ഫയർമാൻ എന്നൊരു ട്രേഡിലേക്ക് പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് 165 സെന്റിമീറ്റർ ആണ്. ഈ 165 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ AOCയുടെ റാലി അറ്റൻഡ് ചെയ്യാൻ പോവാവുള്ളൂ. ഈ എല്ലാ ട്രേഡിലേക്കും ഒരു കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഈ എല്ലാ പോസ്റ്റിലേക്കും ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫയർമാൻ ആണ് അപ്ലൈ ചെയ്തത് അതോ ട്രേഡ്സ്മാൻ മേറ്റിനാണോ എന്ന്. അപ്പോൾ നിങ്ങൾ ഫയർമാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഹൈറ്റ് 165 സെന്റിമീറ്റർ ഉണ്ട് എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവുകയേ വേണ്ട. പിന്നെ ആൺകുട്ടികൾക്ക് വേണ്ട ഹൈറ്റ് 165 ആണ്. പിന്നെ നിങ്ങൾ ST ആണെന്നുണ്ടെങ്കിൽ 2.5 സെന്റിമീറ്റർ നിങ്ങൾക്ക് ഇളവ് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ചെസ്റ്റ്. കഴിഞ്ഞ തവണയും ഒത്തിരി കുട്ടികൾ ഫിസിക്കൽ എല്ലാം പാസ്സായതിനു ശേഷം പിന്നെ PST ടെസ്റ്റിലെ ഈ ചെസ്റ്റ് മെഷർമെന്റിൽ ഫെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ചെസ്റ്റ് പ്രോപ്പറായിട്ട് 81.5 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പോകാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പോകരുത്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങൾക്ക് 2-3 സെന്റിമീറ്റർ ചെസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 10-50 ഡേയ്സിൽ ഒരിക്കലും നിങ്ങളുടെ ചെസ്റ്റ് ഗ്രോ ആകത്തില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി പോകാതിരിക്കുക. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവിടം വരെ പൈസ ചിലവാക്കി പോകുന്നത് വളരെ വേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കുട്ടികളടുത്തും പറയുന്നത്, നിങ്ങളുടെ ഡ്രീം ഒരു ഡിഫൻസ് യൂണിഫോം ആണോ എങ്കിൽ നിങ്ങൾ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ചാനലിലെല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്റ്റേജ് അനുസരിച്ചും അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ക്ലിയർ? അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ PST ടെസ്റ്റിൽ നിങ്ങളുടെ ഈ ഒരു ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുക. നെക്സ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ്, അതായത് PET. ഇവിടെയും പെൺകുട്ടികൾക്ക് ഡൗട്ടാണ്. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം AOCയുടെ അഡ്മിറ്റ് കാർഡ് വന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ. അതുപോലെ തന്നെ അടുത്ത AOC റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിലും വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. നോക്കൂ കുട്ടികളെ, ഇവിടെ 1.6 കിലോമീറ്റർ റൺ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആൺകുട്ടികളുടെ ടൈമിങ്ങും പെൺകുട്ടികളുടെ ടൈമിങ്ങും. പെൺകുട്ടികളുടെ ടൈമിംഗ് 8 മിനിറ്റ് 26 സെക്കൻഡ് ആണ്. ഓക്കെ, നിങ്ങൾ 1.6 കിലോമീറ്റർ റണ്ണിങ് ഓടിയെത്തി. എല്ലാ പെൺകുട്ടികളുടെയും വിചാരമാണ് ഈ ഒരു റണ്ണിങ് എന്നൊരു ഈവന്റ് മാത്രമേ ഫയർമാൻ ട്രേഡിലേക്ക് ഉള്ളൂ എന്ന്. റണ്ണിങ് മാത്രമല്ല, നിങ്ങൾക്ക് ഈ എല്ലാ ഈവന്റും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾക്ക് അവിടെ ലോങ് ജമ്പ് എന്നൊരു ഈവന്റ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ 63.5 kg ഈ വെയിറ്റും എടുത്തുകൊണ്ട് നിങ്ങൾക്കും അത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം. എന്നാലേ നിങ്ങളിവിടെ PT പാസ് ആവത്തുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2.7 മീറ്റർ നിങ്ങൾ ലോങ് ജമ്പ് ചെയ്യണം. അടുത്ത നിങ്ങൾ 3 മീറ്റർ നിങ്ങൾ റോപ്പ് ക്ലൈമ്പിംഗ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന ഫയർമാൻ എന്ന് പറയുന്ന ഒരു ട്രേഡിലേക്കുള്ള PT ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇന്നേ വരെ AOC ഫയർമാൻ എന്നൊരു ട്രേഡിലേക്ക് ഒരു പെൺകുട്ടി പോലും ക്വാളിഫൈ ആകാത്തത്. ഒത്തിരി കുട്ടികൾ വാട്സപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഫോൺ നമ്പറിലും കോൾ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫയർമാൻ എന്നൊരു ട്രേഡിലേക്ക് പെൺകുട്ടികൾക്ക് എല്ലാ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ, അതോ ഹൈറ്റ് അവർക്ക് 157 സെന്റിമീറ്റർ ആണോ എന്നൊക്കെ. നമ്മുടെ കേരളത്തിൽ 1-2 യൂട്യൂബ് ചാനൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹൈറ്റ് 157 സെന്റിമീറ്റർ ആയിരിക്കും, 152 സെന്റിമീറ്റർ ആയിരിക്കും എന്നൊക്കെ. അല്ല, ഒരിക്കലുമല്ല, 165 സെന്റിമീറ്റർ തന്നെയാണ് ഈ ഫയർമാൻ എന്നൊരു ട്രേഡിലേക്ക് വേണ്ടുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയാലേ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് 160 സെന്റിമീറ്റർ കൂടുതൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ PET ടെസ്റ്റ് എല്ലാം അവിടെ ക്വാളിഫൈ ചെയ്തിരിക്കണം. റണ്ണിങ് വേണം. അതോടൊപ്പം തന്നെ 63.5 കിലോ വെയിറ്റുമായിട്ട് നിങ്ങൾ 183 മീറ്റർ 96 സെക്കൻഡിൽ നിങ്ങൾ ക്രോസ് ചെയ്തിരിക്കണം. പിന്നെ 2.7 മീറ്റർ നിങ്ങൾ ലോങ് ജമ്പ് ചെയ്തിരിക്കണം. 3 മീറ്റർ നിങ്ങൾ വെർട്ടിക്കൽ റോപ്പ് ക്ലൈമ്പിങ്ങും ചെയ്തിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ ട്രേഡ്സ്മാൻ മേറ്റിൻ്റെ കാര്യം നോക്കാം. ഇവിടെയാണെങ്കിൽ ഹൈറ്റ് മെഷർമെൻറ്റ് വേണ്ട. ഇവിടെ നോ PST ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഇവിടെ ഇല്ല. പിന്നെ ഈ ഒരു ട്രേഡ്സ്മാൻ മേറ്റ് എന്നൊരു ട്രേഡും ഫയർമാൻ എന്നൊരു ട്രേഡും തമ്മിൽ ഭൂമി ആകാശവും തമ്മിൽ വ്യത്യാസമുണ്ട്. സാലറിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അറൗണ്ട്ലി 6,000 to 7,000 റുപ്പീസിൻ്റെ വേരിയേഷൻ വരുന്നുണ്ട്. രണ്ട് ട്രേഡിൻ്റെയും കാറ്റഗറി ഡിഫറൻ്റ് ആണ്. മനസ്സിലായോ? അതുകൊണ്ട് ട്രേഡ്സ്മാൻ മേറ്റിലെ കുട്ടികളെ ഇവിടെ ഹൈറ്റിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. ഈ ഒരു ട്രേഡിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൺകുട്ടികൾക്ക് വേണ്ട ഇവന്റ് ഇതാണ്. പെൺകുട്ടികൾക്ക് വേണ്ടുന്നത് 1.5 കിലോമീറ്റർ റണ്ണിങ് 8 മിനിറ്റ് 26 സെക്കൻഡ്, പിന്നെ 50 കിലോ വെയിറ്റ് എടുത്തുകൊണ്ട് 200 മീറ്റർ അവർക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ റൺ ചെയ്യാം. 3 മിനിറ്റ് 45 സെക്കൻഡ് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഇത്രയും ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങൾക്കും AOCയുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്നിട്ടേ നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്യാൻ പോകാവുള്ളൂ. AOCയുടെ ഫിസിക്കൽ ടെസ്റ്റിൽ കൂടുതലും കുട്ടികളും ഫെയിൽ ആകുന്നത് റണ്ണിങ്ങിലല്ല, വെയിറ്റ് എടുത്തുകൊണ്ട് മൂവ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അതിലാണ് ഫെയിൽ ആവുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ചെസ്റ്റ് മെഷർമെൻറ്റിലും അവിടെ ഫെയിൽ ആകാറുണ്ട്. ആർമി പിന്നെ SSCGD ഇതിനെക്കാട്ടിയൊക്കെ കൂടുതൽ ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് AOCക്ക് വേണ്ടുന്നത്. 81.5 സെൻറ്റിമീറ്റർ വേണം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം ഉണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് നിങ്ങൾ AOC റാലി അറ്റൻഡ് ചെയ്യാൻ പോകാവുള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.